ജീവിപ്പിക്കാനും അതുപോലെ തന്നെ മരിപ്പിക്കാനും കഴിവുള്ളവനാണ് എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞു. കാരണം ഒരു പട്ടണത്തിന്റെ സാംസ്കാരിക വിദ്യാഭ്യാസപരമായ അവസ്ഥകളെ കുറിച്ച് നാം ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫിലോസഫികൾ കൊണ്ടും വലിയ ഉന്നതമായ കാഴ്ചപ്പാടുകൾ കൊണ്ടും വിദ്യാസമ്പന്നരായിരുന്നു ആ ഒരു നാട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുൻകാലത്തുണ്ടായിരുന്ന ഏതെങ്കിലും നിസാരത്തിനെ മുൻനിർത്തിയിട്ടുള്ള ഒരു പരമ്പരാഗതമായിട്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമായിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരു സംസ്കാരത്തിന്റെ ഒരു ഈറ്റില്ലം എന്നുള്ള നിലയ്ക്ക്, കാരണം നമുക്കറിയാം ബാബിലോണിയൻ സംസ്കാരം, സിവിലൈസേഷൻ എന്നുള്ളത് മെസപ്പൊട്ടേമിയയുടെ ബാക്കി പത്രമാണ്. അപ്പൊ മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് ലോകത്ത് വളരെയധികം അംഗീകരിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സംസ്കാരമാണ്. അപ്പൊ ആ ഒരു സംസ്കൃതിയുടെ ഭാഗമായി ആ നാട്ടിലെ ജനങ്ങൾ നാഗരികതകളുടെ വിഷയത്തിലും വിദ്യാഭ്യാസത്തിന്റെ രംഗത്തുമൊക്കെ ഉന്നതിയിലായിരുന്നു എന്നാണ് ചരിത്രം നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അപ്പൊ അതിന്റെ ബാക്കി പത്രം എന്നുള്ള നിലയ്ക്ക് ആ നിലയ്ക്കുള്ള എല്ലാ സാംസ്കാരികമായിട്ടുള്ള ഔന്നത്യവും ബാബിലോണിയയുടെ സംസ്കാരത്തെ പിൻപറ്റുന്ന ബാബിലോണിയയുടെ ഭാഗമായിട്ടുള്ള ഊർ പട്ടണത്തിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ അതിന്റെ എല്ലാ വശങ്ങളും അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് യുക്തിയെ മുൻനിർത്തിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം സംസാരിക്കുന്നത്, എന്റെ ഇലാഹായ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ആളുകളെ ജീവിപ്പിക്കാനും മരിപ്പിക്കാനും കഴിയും. അപ്പോഴാണ് രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചത്. കൊട്ടാരത്തിൽ നിന്നും രണ്ട് കുറ്റവാളികളെ കൊണ്ടുവരിക, ജയിലിൽ നിന്നും 2 കുറ്റവാളികളെ കൊണ്ടുവരിക. 2 കുറ്റവാളികളെ ഹാജരാക്കപ്പെട്ടു. രാജാവ് ഉടൻ തന്നെ എന്ത് ചെയ്തു? ഒരു കുറ്റവാളിയുടെ നേരെ വാൾ ചൂണ്ടുകയും അവനെ വെട്ടുകയും ചെയ്തു. അതോടുകൂടി എന്ത് ചെയ്തു? കഴുത്തറ്റ നിലയിൽ അവൻ താഴത്തേക്ക് പതിച്ചു. അവന്റെ തല അവിടെ വീണ് ഉരുണ്ടു. അതോടുകൂടി അവൻ എന്ത് ചെയ്തു? മരണപ്പെട്ടുപോയി. മറ്റേ ആളിങ്ങനെ പേടിച്ച് പറച്ച് നിൽക്കുകയാണ്. അവനോട് പറഞ്ഞു, നീ ഭയപ്പെടണ്ട, എന്റെ ഔദാര്യമായി താങ്കൾക്ക് ഞാൻ ജീവൻ നൽകുകയാണ്, താങ്കൾ വീട്ടിലേക്ക് പോയിക്കോളൂ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെ നേരെ നോക്കി. ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ആലോചിച്ചു നോക്കുക. എന്റെ റബ്ബിന് ജീവൻ നൽകാനും ജീവൻ എടുക്കാനും കൊടുക്കാനും എടുക്കാനും ഒക്കെ കഴിവുള്ളവനാണെന്ന് പറഞ്ഞപ്പോ രാജാവ് എന്ത് ചെയ്തു? ഒരു ജീവനുള്ള ഒരു മനുഷ്യന്റെ ജീവൻ എടുത്തു. ജീവനുള്ള ഒരു മനുഷ്യനോട് ജീവിക്കാൻ പറയുകയും ചെയ്തു. പലപ്പോഴും കപടതയുടെയും അതുപോലെ തന്നെ നിഷേധത്തിന്റെയും ഒക്കെ യുക്തി എന്ന് പറയുന്നത് ഈ രൂപത്തിലുള്ളതാണ്. പലപ്പോഴും ഇത്തരം സംവാദ വേദികളൊക്കെ നമ്മൾ നോക്കിക്കാണുമ്പോൾ ഇത്തരം അപ്രായോഗികമായിട്ടുള്ള യുക്തികളൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് വലിയ ബുദ്ധി രാക്ഷസൻ ചമയാൻ ശ്രമിക്കുന്ന ആളുകളെയൊക്കെ ഇന്നും നമുക്ക് നമ്രൂദിന്റെ പിൻഗാമികളായിട്ട് കാണാൻ സാധിക്കും.